Qui suis-je pour que le roi des cieux m'ouvre ses bras? Perdu mais trouvé par sa grâce, son amour pour moi, son amour pour moi. Il m'a libéré, ma dette est payée, je suis enfant de Dieu, je suis à lui. Il m'a racheté à la croix grâce à son deuil. J'étais esclave du péché, mais il m'a sauvé. Jésus m'a sauvé. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Et dans sa maison, j'ai trouvé ma place. Je suis enfant de Dieu, je suis à lui. Je suis choisi et affranchi. En toi je sais qui je suis. Tu es pour moi, pas contre moi. En toi je sais qui je suis. Je suis choisi et affranchi. En toi je sais qui je suis. Tu es pour moi, pas contre moi. En toi je sais qui je suis. En toi je sais qui je suis. Il m'a libéré, ma dette est payée. Je suis enfant de Dieu, je suis à lui. Et dans sa maison, j'ai trouvé ma place. Je suis enfant de Dieu, je suis à lui. Et dans sa maison, j'ai trouvé ma place. I call, you hear me. I've lost it all, and it's more than I can bear. I feel so empty. You're strong, I'm weary, I'm holding on, but I feel like giving in. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കുദാശയായ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ, അവനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മൗലിക ശരീരത്തിലെ ആശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തി തരണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സുവിശേഷ വായന. നിങ്ങൾക്ക് ഉണ്ണീശോയുടെ പരിചരണത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിനെ സമർപ്പിക്കാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി.
കടിഞ്ഞൂലായ ഓരോ ആൺകുട്ടിയും കർത്താവിനെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്ന് നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടതുപോലെ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടി ഇരിക്കുമായിരുന്നു. സമൂഹ പ്രാർത്ഥന ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിന്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഈ ശിശുവിനെ ജ്ഞാനസ്നാനം നൽകുന്ന വൈദികനും ശുശ്രൂഷികൾക്കും എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വകരാത്തിന് അവകാശി ആക്കണമേ. ഈ ശിശു നൽകുവാൻ പോകുന്ന അലൈഡീസ് എന്ന ഈ ശിശുവിന്റെ നാമകരണമായ വിശുദ്ധയായ അലൈഡീസ് പാവൽമാലയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിന്റെ ഓരോ നിമിഷം താല്പര്യവും സന്തോഷവുമുള്ള എല്ലാവർക്കും, വിശിഷ്യ ഈ കുടുംബത്തിനും ഈ ശിശു എന്നും എന്റെ സഹോദരനെയും കർത്താവിനെ ശ്രദ്ധിക്കണമേ. ഈ ശോഭിച്ചുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായിലുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശങ്ങളുമാണ്.
നിന്ന് മാമോദീസ സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഉച്ചരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദീസ യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാർഗ്ഗം കാണിച്ചു തന്ന കർത്താവേ, മഹത്വത്തോടെ ഉയർത്തുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിലെ പ്രകാശവും നാടിന്റെ സേവന മാതൃകയും ആകുന്ന വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവരുടെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് സഭാപുരത്തിനായ നിങ്ങളുടെ പരിശുദ്ധപിതാവ് മാറിയും ഞങ്ങളുടെ അധ്യക്ഷനായ മാറാട് സത്രപുരത്തെയും ഞങ്ങളുടെ സഹായപത്രാൻ മാർത്തോളിപുത്രാനെയും മറ്റെല്ലാ പുത്രാന്മാരെയും ആത്മജ്ഞാനം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, അങ്ങനെ കൽപ്പന നിവർത്തിക്കണമേ. കൽപ്പന പാർപ്പണമേ. ഭൂമിയിൽ സ്വരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭനങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരുടേന്റെ കീഴിൽ ഒരാലയത്തിൽ നിന്ന് ചേരുന്ന നിന്റെ രക്ഷാകർത്തനം വേഗം സഞ്ചാരമാകട്ടെ. ഞങ്ങൾ പരികരണം ചെയ്യുന്ന ഈ വിശുദ്ധ കൂടാശ പരിശുദ്ധാത്മാവിന്റെ ചുമത്താൻ ഈ ശിശുവിനെ ജീവനകൃതവാടമായി ഭവിക്കുമാറാകട്ടെ. ശരീരത്തിന്റെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരനെ ദേവിയെ ചുമന്നിരുന്ന പരിശുദ്ധ മാമോദീസയുടെ പരിഗണന അങ്ങയുടെ സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാൻ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്വീകരണമാക്കുകയും ചെയ്ത കർത്താവേ, ഈ ഉദാസീനത്തെ പ്രകടനം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. ശരദിന്റെ ഈശോയുടെ നിവസിച്ചവരും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജനത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജനത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിൽ ആത്മാവിൽ ബൗദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ
ലോകത്തിലെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് ഒരു കുഞ്ഞിൽ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പക്ഷെ നമ്മളൊക്കെ മാമോദീസായി സ്ഥൈര്യമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് വേണ്ടത്ര ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഈ സമയത്ത് നമുക്ക് കുഞ്ഞിനോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ആത്മാവിൻ്റെ വരങ്ങൾക്കും കൃപകൾക്കുമായിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാപൂർവ്വം കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. ശേഷം പാട്ട് പാടുമ്പോൾ കരങ്ങൾ ഒഴിച്ച് പരിശുദ്ധം നമുക്ക് ഈ കുഞ്ഞു ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരനെ, പരിശുദ്ധാത്മാവിന്റെ വിഭാവനം പറഞ്ഞാൽ കാർമികൻ ഈ ദാസിയെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ ധാർമ്മികത്തിന് പറയുന്നു. സ്ത്രീഹന്മാരുടെയും വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിലൂടെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന വിധാനം അംഗീകാരം നൽകുന്നതിന് വലിയവനായ പിതാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതാവകാശം നൽകിയ പിതാവാര്യങ്ങളെ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. ആദാപിതാവിനെ വിളിക്കുവാൻ പുത്രശ്രീകാത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവൽപ്പ ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശുദ്ധദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തിയാക്കണമേ. അങ്ങേരാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും ആത്മസംയമനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവൻ നയിക്കുവാൻ ഈ ദാസിക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കുന്ന പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഞങ്ങളെ പൂരിതരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കിയവനെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസിയെ സത്യത്തിലാത്മാവിലും അങ്ങയെ മോഹപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്നവേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാനസത്തിന്റെയും ശുദ്ധാശ്രിതന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സർവസ്തരുടെയും വിശുദ്ധ അൽഫോൻസയുടെയും സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും പ്രാർത്ഥന ഈ മകളെ സഹായിക്കുമാറാകട്ടെ. ഈ മകളനാമത്തിന് കാരണപൂരിയായ വിശുദ്ധയുടെ മാതൃക ഇവിടുത്തെ വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. ശരത്തിന്റെ നാഥ മാമോദീസായുടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവമാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷകയായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നത് വരെ ആപത്തുകളെ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവനമാതൃകമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ കൃത്രിമങ്ങൾ പങ്കുചേർന്നവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പേര്
നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവാ. മന്നാകയിൽ കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോനിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി. and blessed afternoon to everyone gathered here. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ലേഡീസ് ഇന്ന് ഈശോയുടെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലേക്ക് വന്ന് ഒരു 4-4.5 മാസമായെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് ഈശോയോട് ലേഡീസ് ഇത്രയും ചേർന്നൊരു ദിവസമായിട്ടുള്ളത്. നമുക്കറിയാം ജെറമിയ 1:5 പറഞ്ഞിട്ടുണ്ട്, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. As the Bible says in Jeremiah 1:5, yes, the little one was already so loving, already loved and already blessed. ഈ ഒരു അവസരത്തിലെ നമുക്ക് ഇത്രയും അഡോറബിൾ ആയിട്ടുള്ള ആ ലേഡീസിനെ നമുക്ക് തന്നതിനെ നമുക്ക് എല്ലാവർക്കും ഈശോയോട് നന്ദി പറയാം. Ladies and gentlemen, let's open our hearts and welcome the most precious blessing of this family, the star of this day, Aledis Arangasheri, arriving with her loving parents Suresh Babu and Dali and cute brother Adalhad Arangasheri. Let's greet them with a big round of applause and with heart full of love. On behalf of Mr. Suresh and Mrs. Dali, I extend a warm and heartfelt welcome to each one of you gathered here. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് രണ്ടുപേരോടൊന്ന് ചോദിച്ചു നോക്കാം. പറയാൻ മാറ്റേന്ന് പറയാൻ
ബെൽജിയത്തിലെ വിശുദ്ധിയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ആലീസ് എന്നുള്ള പേര് കൂടിയാണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലേഡീസ് അങ്ങനെ വേറെ കുറേ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശുദ്ധിയാണ് ലേഡീസ്. നോബൽ സ്ട്രെങ്ത് എന്നാണ് നെയിമിൻ്റെ അർത്ഥം. ലേഡീസ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു സ്വർഗത്തിൽ എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് 4-4.5 മാസങ്ങൾക്കപ്പുറം ഇന്നും സ്വർഗത്തിൽ അതിലേറെ സന്തോഷിച്ച ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. ഒരു റിച്വൽ മാത്രമല്ല, അത് വളരെ ഒരു എന്താ പറയാ, ലേഡീസിന്റെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഒരു ജീവിതത്തിന്റെ ഒരു ബിഗിനിങ് ആണെന്ന്. അപ്പൊ ഇവിടെ ഇവര് രണ്ടുപേരും മാത്രം പോരാ, ലേഡീസിന്റെ ഗ്രാൻഡ് പാരന്റ്സും കൂടി ഈ ഒരു അവസരത്തിൽ സ്റ്റേജിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് സുരേഷ് ഏട്ടന്റെ ഫാമിലിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സുശീല ആന്റി ആൻഡ് അലക്സ് ചേട്ടൻ. അടുത്തതായി ഡാലി ചേച്ചിയുടെ പാരന്റ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സൈമൺ അങ്കിൾ ആൻഡ് ആലിസ് ആന്റി. നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴികാട്ടി എന്നും ദൈവവചനം തന്നെയാണ്. ബൈബിൾ വായിച്ചുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അലക്സ് ചേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ബൈബിൾ ശ്രവിക്കാം. മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 13 മുതൽ 16 വരെ. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. താങ്ക് യു. ഇതിൽ കേട്ട പോലെ ഈ ഒരു വചനം ലേഡീസിന്റെ ജീവിതത്തിലെ വെളിച്ചമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അടുത്തതായി കാൻഡിൽ ലൈറ്റിംഗ് സെറിമണിയാണ്. അതിനുവേണ്ടി ലേഡീസിന്റെ പേരൻസിനെയും ലേഡീസിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്.
ക്വസ്റ്റ്യൻ. ആ ഓക്കെ, സുഖിയാന്റിയാണ്. കറക്റ്റ് ന്യൂമറൽസ് വേണം. കൺഫേം ചെയ്യുന്നത് അവരാണ്. നമുക്ക് ചോദിക്കാം. ദാരേജ് സുരേഷ് 1700 ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണോ? ഒരു ക്വസ്റ്റ്യൻ അസാധുവാക്കി കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇവിടെ വന്ന് നിങ്ങൾ ഈ സ്റ്റേജിൽ പറയുന്ന കാര്യങ്ങൾ ത്രില്ലിംഗ് ഓഫ് അലൈഡീസ്. ആ ഒരാളെ കൈവക്കിയിരിക്കുകയാണ്. ഒന്നും കൂടി ശരിയാണ്. നോബൽ സ്ട്രെങ്ത് ശരിയാണോ? അപ്പൊ ആനിയാന്റിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആനിയാന്റിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലാതെ ഒരു ഗിഫ്റ്റ് കൊടുക്കോ? നല്ലൊരു കൈയ്യടി കൊടുക്കാം. അലൈഡിസിനെ വീട്ടിൽ വിളിക്കാൻ വല്ല നിക്നെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെടുത്ത്, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ അതെടുത്ത്. ആരാണ് കൈമുക്കുന്നത്? ഇവരെ എഴുതി തന്നിട്ടുള്ള പേര് തന്നെ പറയണം. ഓക്കെ ആണോ? പറഞ്ഞോ. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഏതാ പേര്? ഒരു പേരും കൂടെ ഒരു പറഞ്ഞു തന്നിട്ടുണ്ട്. ആന്റി അറിയാതെ ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അലൈഡ. അത് നമുക്ക് ആന്റിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ആന്റി പോയി. ഒരു പേര് കൂടി ഉണ്ട്. ആ സുന്ദരി. ഓക്കെ, കറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ ആളിനെ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊക്കെ കുറെ ടോയ്സ് അറിയുന്നതല്ലേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്യേ. കാറിന്നോ ചെടിന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്യേ. ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലാറിയോ? ട്രൈ ചെയ്യേ. നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ കളിച്ചിട്ടുള്ള ടോയ്സ് ഒക്കെ തന്നെയല്ലേ. ക്ലൂ തരാം. ഇതൊരു മൂവിംഗ് ടോയ് ആണ്. ആ ശരിയാണ്. ഏതാ? ശരിയാണ്. അവളെനിക്ക് ആക്ഷൻ കാണിച്ചു തന്നു. അതിന് ആ ആക്ഷൻ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇതൊരു റൊട്ടേറ്റിംഗ് ടോയ് ആണ്. ഏതായിരിക്കും? അല്ലെങ്കിൽ വേണം നമ്മൾ എവിടെ തൂക്കിയിടുക? തൊട്ടിലുമ്പോ നമ്മൾ തൂക്കിയിടുന്ന റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ടോയ് ആണ് അലൈഡീസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ആ പേരൻസ് അല്ലാതെ സുരേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്. സുരേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഫസ്റ്റ് കണ്ടത് എന്നാണ് പറയുന്നത്. ഗിഫ്റ്റ് ഉണ്ട്. ശരിയാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് അലൈഡീസിന്റെ ഫോട്ടോസ് കൂടുതൽ എടുക്കുന്നത്? സുരേഷ് ചേട്ടനാണോ ഡാലി ചേച്ചിയാണോ? മോം ഓർ ഡാഡ്? എല്ലാവരും ഒന്നടങ്കം പറയുന്നു ഡാലി. Digdana din dana, digdana din dana, digdana din dana, digdana, digdana din dana, digdana din dana, digdana din dana. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ.
കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ഇളവേനൽക്കൂട്ടിൽ തളിരുണ്ണും മൈനെ നിന്നോടല്ലേ ഇഷ്ടം, കനിവീഴും തോപ്പിൽ മേയും നിലാവേ നിന്നോടല്ല